ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു പുഷ്പരാജ്. അപ്പോൾ നമ്മൾ എന്താണ് കോപ്പറേറ്റീവ് ബൂസ്റ്റർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട എക്സാമുകൾ, CSEBയുടെ എക്സാമുകൾ അല്ലെ, ക്ലർക്ക്, ക്യാഷർ, അതുപോലെ അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, ഇന്റേണൽ ഓഡിറ്റർ, ഒരു ലെവൽ എക്സാമിന് ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകളെല്ലാം നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കോപ്പറേറ്റീവ് ലോ, അതുപോലെ തന്നെ എന്താണ് അക്കൗണ്ടൻസി, ബാങ്കിങ്, കോർപ്പറേഷൻ, ഇംഗ്ലീഷ്, GK, മാത്സ് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റുകളും ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് എന്താണ് കോപ്പറേറ്റീവ് എക്സാം അല്ലെ സഹകരണവുമായി ബന്ധപ്പെട്ട എക്സാം നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ക്ലാസ്സസും നമ്മളിവിടെ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാ ദിവസവും നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓരോ സബ്ജക്റ്റുകൾ വീതം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ക്ലാസ്സുകൾ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മുടെ ക്ലാസ് ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ക്ലാസ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നമ്മുടെ ക്ലാസ്സസ് കണ്ട് പ്രോപ്പറായിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എല്ലാ ക്ലാസ്സുകളും അതുമായി ബന്ധപ്പെട്ട നോട്ട്സുകളെല്ലാം നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെ എല്ലാ നോട്ട്സുകളൊക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സഹകരണവുമായി ബന്ധപ്പെട്ട എക്സാമുകൾ എഴുതുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക. ആ രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മൾ ഫ്രീ ആയിട്ട്, ആദ്യം തന്നെ പറയുന്നത് ഫ്രീ ആയിട്ട് തന്നെ ക്ലാസ്സുകളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും പറയുകയാണ്, നിങ്ങൾ നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വരുന്ന എക്സാമുകളൊക്കെ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത്രത്തോളം പ്രോപ്പറായിട്ട് ചിട്ടയോടെ ഓർഡറോടെയാണ് അല്ലെ, നല്ലൊരു ഓർഡറായിട്ടാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. ഒരു കാര്യങ്ങളും നമ്മൾ സ്കിപ്പ് ചെയ്യാറില്ല. ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട PYQs എല്ലാം നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് നമ്മുടെ ക്ലാസ്സസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ വിജയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ക്ലാസ് നമുക്കറിയാം, ഏതൊരു കുട്ടികളുടെയും ഏറ്റവും, എനിക്ക് തോന്നുന്നു നമ്മുടെ ടീച്ചിങ് എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, പൊതുവേ കുട്ടികളൊക്കെ പറയുന്നത് KCS ആക്ട് റൂൾസ് ഒരു ബുദ്ധിമുട്ടാണെന്നാണ് അല്ലേ. ഇപ്പം അമെൻമെൻറ്റൂടെ വന്നു കഴിഞ്ഞു. ഇനി അമെൻമെൻറ്റ് ബേസ്ഡ് വേണം നമ്മൾ പഠിച്ചെടുക്കാൻ. നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ അമെൻഡഡ് ആയിട്ടുള്ള രീതിയിലുള്ള ക്ലാസ്, ആഫ്റ്റർ അമെൻമെൻറ്റിന് ശേഷമുള്ള ക്ലാസ്സുകൾ എങ്ങനെയാണോ അല്ലേ, അമെൻമെൻറ്റ് വന്നു, അതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇവിടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണ്, നമ്മൾ എല്ലാം സമഗ്രമായിട്ട് തന്നെ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഓരോ ദിവസവും രാവിലെ നമ്മൾ എന്ത് ചെയ്യും, വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആ വീഡിയോസ് കണ്ട് പ്രോപ്പറായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ തന്നെ വീണ്ടും ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് കേട്ടോ. നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. നമ്മൾ അത്രത്തോളം നല്ല രീതിയിലാണ് ഇവിടെ ക്ലാസ്സസ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇന്നത്തെ ഈ ഫസ്റ്റ് ക്ലാസ് അല്ലേ, ഞാൻ വീണ്ടും പറയുന്നത് ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആക്ട് ആൻഡ് റൂൾസിന്റെ ഒരു ഇൻട്രഡക്ഷൻ ആണ്, KCS ആക്ട് ആൻഡ് റൂൾസിന്റെ ഒരു ഇൻട്രഡക്ഷൻ ആണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കറിയാം 110 സെക്ഷന് 201 റൂൾസ്, ഇതെല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം ആക്ട് ആൻഡ് റൂൾസ് പൊതുവേ കുട്ടികൾ പറയാറുണ്ട്, സാറേ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ, ആക്ട് ആൻഡ് റൂൾസ് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്കതെങ്ങനെ രസകരമായി പഠിക്കാമെന്ന് നമ്മുടെ ക്ലാസ്സസിലൂടെ നമുക്ക് നോക്കാം കേട്ടോ. എങ്ങനെ നമുക്കത് വളരെ രസകരമായിട്ട് പഠിക്കാം. അപ്പോൾ ആദ്യത്തെ ഞാൻ പറയുകയാണ്, നമ്മൾ ഇവിടെ ഒരു കഥ പോലെയാണ് പഠിക്കുക. ഇപ്പം നമുക്കൊരു ഇൻട്രഡക്ഷനിലൊന്നും നമുക്ക് കഥ പറയാൻ പറ്റില്ല. ഏകദേശം ഒരു സെക്ഷൻ 3 മുതൽ അല്ലെങ്കിൽ സെക്ഷൻ 4 മുതലൊക്കെയാണ് ഒരു കഥയായിട്ട് വരിക. സെക്ഷൻ 3 മുതൽ നമുക്കൊരു കഥയായിട്ട് പഠിക്കാം. അതുവരെ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, നമുക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് അല്ല, ഡെഫിനേഷൻസ് ഒക്കെ അല്ലേ പഠിക്കുക, വലിയ ഇൻട്രസ്റ്റിംഗ് ഒന്നുമല്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ പ്രോപ്പറായിട്ട് എഴുതുക. ഇതിൻ്റെ നോട്ട്സുകൾ, ഈ ക്ലാസ്സിൻ്റെ നോട്ട്സുകൾ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ജോയിൻ ആകുക കേട്ടോ. ഓക്കെ, അധികം പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഇന്നത്തെ ഡിസ്കസ് ചെയ്ത ക്ലാസ് ഏതാണ്, KCS ആക്ട് ആൻഡ് റൂൾസിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ ആണ് കേട്ടോ. ഒരു ഇൻട്രഡക്ഷൻ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കിയാലോ, ഇൻട്രഡക്ഷൻ നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് പോകുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് പോകുക. ഓക്കെ, KCS കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. ഇപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നമ്മൾ കേരള കോർപ്പറേഷൻ്റെ ഹിസ്റ്ററിക്കകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇവിടെ ആക്ട് റൂൾ 1969, ആ ഒരു ആക്ട് റൂളും 110 സെക്ഷനും 201 റൂളുകളും നമ്മൾ ചാപ്റ്റർ തിരിച്ച് തന്നെ കേട്ടോ. ആ ചാപ്റ്റർ തിരിച്ച് തന്നെയാണ് നമ്മൾ നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ, എല്ലാവരും റെഡി അല്ലേ? നമുക്ക് നോക്കാം കേട്ടോ.
അപ്പൊ നിങ്ങൾ നോക്കുക, കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. അപ്പൊ ഇവിടെ ആദ്യം തന്നെ എനിക്ക് നോക്കിയാൽ മക്കളെ, കേരള ആക്ട് നമ്പർ 21 എന്ന് കിടപ്പുണ്ട് അല്ലേ. ആ KCS ആക്ട് എന്ന് പറഞ്ഞാൽ ആക്ട് 21 ഓഫ് 1969 എന്നാണ് പറയുക. ഇപ്പൊ നമ്മളൊരു ഏതൊരു ആക്ട് എടുത്താലും, ഇപ്പൊ കേസ് കാർഡ് ആക്ട് എടുത്തു കഴിഞ്ഞാൽ 1984 20ാമത്തെ ആക്ടാണ് കേസ് കാർഡ് ബാങ്കിന്റെ ആക്ടിൽ കേസ് കാർഡ് ആക്ട് എന്ന് പഠിക്കാനുണ്ട്. ഇവിടെ KCS ആക്ട് വരുമ്പോൾ 1969 21ാമത്തെ ആക്ട് എന്നാ പറയുക, ആക്ട് നമ്പർ 21 എന്നാ പറയുക. എന്താണ് ഇത് നോക്കി വെച്ചേക്കുക, ആക്ട് നമ്പർ 21. അതായത് 1969 നമ്മൾ 21ാമതായിട്ട് ഒരു വർഷം ഒരുപാട് ആക്ടുകൾ പാസ്സാക്കും അല്ലെ. അങ്ങനെ 1, 2, 3 അങ്ങനെ ഒരുപാട് ആക്ടുകൾ പാസ്സാക്കി 21ാമതായിട്ട് നമ്മൾ പാസ്സാക്കിയ നമ്മുടെ നിയമസഭ പാസ്സാക്കിയ ആക്ടാണ് KCS ആക്ട് എന്ന് പറയുക. അതാണ് ആക്ട് നമ്പർ 21. മനസ്സിലാവുന്നുണ്ടോ? എന്നോട് പറയാം, 1969 നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കിയ 21ാമത്തെ ആക്ട്. അന്ന് ഒരുപാട് ആക്ടുകൾ, ഇതിന് മുൻപും ഇതിനു ശേഷം ഒരുപാട് ആക്ടുകൾ പാസ്സാക്കിയിട്ടുണ്ട്. അതിലെ 21ാമത്തെ ആക്ട് ആണ് KCS ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. ഓർത്ത് വെക്കുക, ആക്ട് നമ്പർ 21 ഓഫ് 1969. 1969 ആക്ട് നമ്പർ 21 ആണ് നമ്മുടെ KCS ആക്ട് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? അല്ലെ. അപ്പൊ നമുക്കിവിടെ ആക്ട് അല്ലെ, ആക്ടിനുള്ള സെക്ഷൻസുകളാണ് വകുപ്പുകൾ എന്ന് പറയും. കേൾക്കുന്നുണ്ടോ? നമുക്കിവിടെ വകുപ്പുകളും പഠിക്കാനുണ്ട്, റൂൾസ് മീൻസ് ചട്ടം കേട്ടോ. അത് തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഞാനിവിടെ പറഞ്ഞു തരും, ഒന്നും പേടിക്കണ്ട. നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് എന്താണ്? ആക്ട് നമ്പർ 21 ഓഫ് 1969 എന്ന് ഓർത്ത് വെച്ചേക്കുന്നത്. നമുക്കിവിടെ ആക്ടും പഠിക്കാനുണ്ട്, റൂളും പഠിക്കാനുണ്ട്. എന്തൊക്കെയാണ്? ആക്ടും പഠിക്കാനുണ്ട്, റൂളും പഠിക്കാനുണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. ആക്ടും ഉണ്ട്, റൂളും ഉണ്ട്. ആക്ടിലാണ് സെക്ഷൻസ്, വകുപ്പുകൾ വരുന്നത്. റൂൾ എന്ന് പറഞ്ഞാൽ ചട്ടമാണ്, ചട്ടം. ഓക്കെ, മലയാളമാണേ. അപ്പൊ നമുക്ക് പറയാം, ഇവിടെ നോക്കിയേ, KCS ആക്ട് വന്നത് അല്ലെ, KCS ആക്ട് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ അല്ലെ. KCS ആക്ട് വന്നത് എന്നാണ്? 15/5/1969 എന്നാണ്. 15/5/1969 KCS ആക്ട് വന്നത്. ഓർത്ത് വെക്കണം കേട്ടോ, 15/5/1969. ആക്ടും റൂളും വന്നത് 1969 പക്ഷെ ആക്ട് വന്നവിടെ 15/5/1969. 15/5/1969 ആക്ട് വന്നത്. അപ്പൊ റൂള് വന്നതോ പഠിക്കാൻ എളുപ്പം 14/7 14ന്റെ പാതി 14ന്റെ പകുതി അല്ലെ. 14/7/1969 എന്ത് വന്നത്? റൂള് വന്നത്. ആക്ട് വന്നത് 15/5/1969. നിങ്ങൾ അങ്ങ് നോട്ട് ചെയ്തേ. ഇപ്പോൾ തന്നെ ക്ലാസ് കാണുമ്പോൾ തന്നെ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തേ. 15/5/1969 ആക്ട്, 14/7/1969 റൂള്. പിന്നെ ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്, ആൻഡ് റൂൾസ് ഫോർ സെക്ഷൻ 80 അല്ലെ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 1 ജാനുവരി 1974 എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ പറയാം കേട്ടോ, എന്താണെന്ന് നമുക്ക് താഴെ കുറച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, അതൊന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കുക. ഞാൻ പറഞ്ഞു ഈ സ്ലൈഡിൽ അതുകൂടെ പറയേണ്ടേ പോവുകയുള്ളൂ. മൂന്നാമതായിട്ടുള്ള പോയിന്റ് ആണ്, ദ ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻ ഇൻ KCS ആക്ട് ഈസ് 110 ആൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് റൂൾസ് ഈസ് 201 എന്ന് പറയും. ദാറ്റ് മീൻസ് എന്താ അർത്ഥം വെക്കുക? നമുക്ക് ഞാൻ പറഞ്ഞു സെക്ഷനും ഉണ്ട്, വകുപ്പുകളും ഉണ്ട്, റൂളുകളും ഉണ്ട് അല്ലെ. വകുപ്പും ഉണ്ട്, ചട്ടമുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻസ് KCS ആക്ടിലെ ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻസ് എത്ര വകുപ്പുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 110 സെക്ഷൻ ഉണ്ട്. അടുത്ത നോട്ട് ചെയ്തേ, എത്ര സെക്ഷൻ ഉണ്ട്? ഇതെല്ലാം പഠിക്കണം. ഈ 110 സെക്ഷനും നമ്മൾ പഠിക്കണം കേട്ടോ. 110 സെക്ഷനും നമ്മൾ പഠിക്കണം. ഈ 110 എന്ന് കേൾക്കുമ്പോഴേ ആരും അങ്ങ് പേടിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിൾ ആയിട്ട് കഥ പോലെ അങ്ങ് പറഞ്ഞു തരും കേട്ടോ. അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ 110 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് റൂൾ എന്ന് പറഞ്ഞാലോ എത്ര ചട്ടം ഉണ്ടെന്ന് പറഞ്ഞാൽ എത്രയാണ്? 201 ആണ് കേട്ടോ. 201 ചട്ടവും 110 സെക്ഷനുകളും. ഓർത്ത് നോക്കിയേ, 110 സെക്ഷനും ഉണ്ട്, 201 റൂളും ഉണ്ട്. ഇവിടെ പഠിച്ചേ, ആക്ട് നമ്പർ 21 ആണ് KCS ആക്ട്. ആക്ട് വന്നത് 15/5/1969. റൂള് വന്നത് 14/7/1969. ഇനി പറയാം, ടോട്ടൽ നമ്പർ ഓഫ് സെക്ഷൻ 110, ടോട്ടൽ നമ്പർ ഓഫ് റൂള് 201. പഠിച്ചില്ലേ? പഠിച്ചു. ഇനി ഈ ആക്ടുകളെയും അതുപോലെ തന്നെ റൂളുകളെയും നമ്മൾ ചാപ്റ്ററുകളായിട്ട് തരംതിരിച്ചു. നമ്മൾ പണ്ട് പഠിക്കത്തില്ലേ, ചാപ്റ്റർ 1 പാഠം 1, പാഠം 2, പാഠം 3 ഒക്കെ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ 16 ചാപ്റ്ററുകളിലാണ് നമ്മൾ ഈ ആക്ടിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദാറ്റ് മീൻസ് 110 സെക്ഷനിനെ അല്ലെ, എത്ര സെക്ഷനാണ് ആക്ടിൽ? 110 സെക്ഷൻ ഉണ്ട് അല്ലെ. ഈ 110 സെക്ഷൻസിനെ നമ്മൾ 16 ചാപ്റ്ററുകളിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
എടേ മനസ്സിലായോ? 110 സെക്ഷനുകളെ നമ്മൾ 16 പാഠങ്ങൾ 16 ചാപ്റ്ററിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആരും ഓർക്കരുത് 110 ഡിവൈഡ് ബൈ 16 ഓരോ ചാപ്റ്ററിൽ ഈക്വൽ അല്ല. ചില ചാപ്റ്ററിൽ സെക്ഷൻ കൂടുതൽ കാണും, ചിലതിൽ 1-2 സെക്ഷൻ കാണും, ചിലതിൽ 3-4 കാണും. അതൊന്നും ഓർക്കണ്ട. നിങ്ങൾ ഇത്ര ഓർക്കുക, 110 സെക്ഷനെ നമ്മൾ 16 പാഠങ്ങൾ, ആ പാഠം 1 പാഠം 2 എന്ന് പറഞ്ഞ പോലെ 16 ചാപ്റ്ററുകളിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എത്രയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം? 110 സെക്ഷന് 16 ചാപ്റ്റർ, എന്നാൽ 201 റൂളിന് 15 ചാപ്റ്റർ. നിങ്ങൾ ഓർത്തേക്കരുത് സാറേ ഇവിടെ റൂളല്ലേ കൂടുതൽ, അപ്പൊ റൂളിനല്ലേ കൂടുതൽ ചാപ്റ്റർ എന്ന് ഓർത്തേക്കരുത്. ആക്ടിൽ 16 എണ്ണം, റൂളിൽ 15 എണ്ണം. 201 റൂളിനെ നമ്മൾ നോക്കിയ 201 റൂളിനെ 15 ചാപ്റ്ററുകളിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 110 സെക്ഷനെ നമ്മൾ 16 ചാപ്റ്റർ. അപ്പൊ നിങ്ങൾ ഓർക്കരുത്, ഞാൻ വീണ്ടും പറയണം, 201 റൂളുണ്ട്, അതുകൊണ്ട് അതിനല്ലേ കൂടുതൽ വരണ്ടേ? സംശയം വരില്ലേ? അല്ല, അത് ഓർത്ത് വെച്ചേക്കുക. 110 സെക്ഷനാണ് ചാപ്റ്റർ കൂടുതൽ, 16 എണ്ണം. റൂള് 201 എണ്ണം ഉണ്ട്, പക്ഷെ 15 ചാപ്റ്റർ മതി എന്ന് ഓർത്ത് വെച്ചേക്കുക. എടേ ഇപ്പൊ ഞാൻ പറയട്ടെ, എല്ലാ സെക്ഷനുകൾക്കും റൂളുകളില്ല, മനസ്സിലാക്കണം. എല്ലാ സെക്ഷൻസിനും നമുക്ക് റൂളില്ല. അതായത് സെക്ഷനിൽ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ആക്ടിൽ പറയുന്നത്. കേൾക്കുന്നുണ്ടോ? സെക്ഷനിൽ പറഞ്ഞതിന് കൂടുതൽ ക്ലാരിറ്റി വേണ്ടേ നമുക്കിപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ അത് എങ്ങനെയാണ് അതിന്റെ എന്താ പറയുക, അതിന്റെ ക്ലാരിറ്റി എങ്ങനെയാണ്, അതിന്റെ ക്ലാരിറ്റി എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുക. ഇപ്പൊ ഒരു കാര്യം സെക്ഷനിൽ പറഞ്ഞു, അതൊന്നുകൂടെ ക്ലിയർ ആയി കിട്ടണ്ടേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പം സെക്ഷന് ജസ്റ്റ് എന്ന് പറയുന്നുള്ളൂ, അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ അത് നടപ്പിലാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ റൂളിലാണ് പറയുക. സോ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഞാൻ പറഞ്ഞു എല്ലാ സെക്ഷനുകൾക്കും എന്തില്ല, എല്ലാ സെക്ഷനുകൾക്കും റൂളില്ല കേട്ടോ. എല്ലാ സെക്ഷനുകൾക്കും തനത് റൂൾ വരുന്നില്ല. അപ്പം ഓക്കെ, നമ്മൾ നോക്കാം ഇനി ആക്ട് അല്ലെ. ആക്ട് ആരെ എനാക്ട് ചെയ്ത്? ആക്ട് ഈസ് എനാക്റ്റഡ് ബൈ ലെജിസ്ലേറ്റർ. അപ്പം നമ്മുടെ നിയമസഭയാണ് ഈ ആക്ട് പാസ്സാക്കുന്നത്. ക്ലിയർ ആകുന്നുണ്ടോ? നിയമസഭ, ലെജിസ്ലേറ്റർ, നിയമസഭയാണ് ആക്ട് പാസ്സാക്കുന്നത്. അപ്പം ആക്ട് പാസ്സാകാൻ പാടില്ല. നമ്മൾ നല്ലൊരു കാര്യം എടുത്ത് മുൻപോട്ട് വെച്ചാലും അവിടെ തർക്കങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പം ഓർത്ത് വെച്ചേക്ക് ആക്ട്, അതുകൊണ്ടാണ് എണ്ണം കുറവ്. ആക്ട് എന്താണ്, സെക്ഷൻസിന്റെ എണ്ണം കുറവല്ല, 110 ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഇത്ര ഓർക്കുക, ആക്ട് പാസ്സാക്കുന്നത്, എനാക്ട് ചെയ്യുന്നത് ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമസഭയാണ്. അവിടെ എല്ലാവരും കൂടെ തർക്കമൊക്കെ വെച്ച് അല്ലേ, ഒരു കാര്യം വെക്കുമ്പോൾ എടുത്ത് ചർച്ചയ്ക്ക് വെക്കുമ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതാണെന്നും ചീത്തയാണെന്നും തർക്കങ്ങളൊക്കെ വെക്കില്ലേ, തർക്കം ഉണ്ടാവും. അതിനൊക്കെ ശേഷമാണ് ഇത് പാസ്സാകുക. ദാറ്റ് മീൻസ് ആക്ട് പാസ്സാക്കുന്നത് ലെജിസ്ലേറ്റർ, നിയമസഭയാണ്. എന്നാൽ റൂള് ഫ്രെയിം ചെയ്യുന്നത് ഗവൺമെന്റ്. അതുകൊണ്ടാണ് റൂളിന്റെ എണ്ണം കൂടുതൽ. ഗവൺമെന്റ് വേറെ ആരും ചോദിക്കേണ്ട കാര്യമില്ല. ആക്ട് പാസ്സാക്കണമെങ്കിൽ എല്ലാവരും കൂടി ചർച്ച ചെയ്യണം. എന്നാൽ റൂള് ഫ്രെയിം ചെയ്യുന്ന ആരാണ്? റൂൾ ആർ ടു ബി ഫ്രെയിംഡ് ബൈ ഗവൺമെന്റ് ടു ഇംപ്ലിമെന്റ് ദ പ്രൊവിഷൻസ് ഓഫ് ദ ലോ. ലോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കണം, എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ റൂളിൽ പറയുക. അപ്പം ഒന്നുകൂടെ ഓർത്ത് നോക്കുക, ആക്ട് ഈസ് ടു ബി എനാക്റ്റഡ് ബൈ ലെജിസ്ലേറ്റർ ആൻഡ് റൂൾസ് ആർ ടു ബി ഫ്രെയിംഡ് ബൈ ഗവൺമെന്റ്. ഓർത്തെ, ആക്ട് പാസ്സാക്കുന്നത് ലെജിസ്ലേറ്ററിലാണ്, റൂള് പാസ്സാക്കുന്നത് തനത് ഗവൺമെന്റാ. തനത് ഗവൺമെന്റ് എന്ത് ചെയ്താൽ മതി, അവർക്ക് റൂൾസ് അങ്ങ് ഫ്രെയിം ചെയ്യാം. ഓക്കെ, ഇവിടെ ഞാനിവിടെ പറഞ്ഞു വന്നത് എല്ലാ സെക്ഷനും റൂളില്ല കേട്ടോ. എല്ലാ സെക്ഷനും റൂളുകളില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇപ്പം ഇവിടെ ഒരു പോയിന്റിൽ ഒരു കാര്യം ഞാൻ ഇവിടെ വിട്ടായിരുന്നു അല്ലേ. നോക്കിയേ, റൂൾസ് ഫോർ സെക്ഷൻ 80. അപ്പൊ 1969 15/5 ആക്ട് വരുന്നത്. 14/7/1969 റൂള് വരുന്നത്. എന്നാൽ സെക്ഷൻ 80യുടെ റൂള് ചാപ്റ്റർ 15 അല്ലേ, സെക്ഷൻ 80 ഓഫീസേഴ്സ് വളരെ പ്രധാനപ്പെട്ട. ഓക്കെ, അത് പഠിപ്പിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ, അല്ലെ പഠിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. സെക്ഷൻ 80യുടെ പ്രാധാന്യം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഈ സെക്ഷൻ 80യുടെ റൂള് വന്നത്, അത് മനസ്സിലാക്കണേ. എനിക്ക് ആക്ട് വന്നത് 69, ബാക്കി എല്ലാത്തിന്റെയും അതിന്റെ റൂള് വന്നത് 14/7 വന്നു. എന്നാൽ സെക്ഷൻ 80 അല്ലെ, സെക്ഷൻ 80യുടെ റൂള് വന്നത് 69 മനസ്സിലാക്കണേ. സെക്ഷൻ 80ന്റെ റൂള് വന്നത് 1969 സെക്ഷൻ 80ന്റെ റൂള് വന്നത് 1/1/1974, 1 ജാനുവരി 1974 ഓർത്തേടെ, 1 ജാനുവരി 1974 സെക്ഷൻ 80 ചാപ്റ്റർ 15 കാര്യം പറയാം. സെക്ഷൻ 80ന്റെ റൂള് വരുന്നത് കേട്ടോ. സെക്ഷൻ 80ന്റെ റൂള് വന്നത് 1969 1/1/1974, 1/1/1974 സെക്ഷൻ 80ന്റെ റൂള് വന്നത്. സെക്ഷൻ 80ന്റെ റൂള് വന്നത് 1/1/1974. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി മറക്കല്ലേ, ഇനി മറന്നേക്കല്ലേ കേട്ടോ, ഇനിയും മറന്നേക്കല്ലേ. അപ്പൊ ഇവിടെ നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. എന്താണ്? ഗവൺമെന്റ് ആണ് റൂള് മേക്ക് ചെയ്യുന്നത് അല്ലെ, റൂള് ഫ്രെയിം ചെയ്യുന്ന ആരാണ്? തനത് ഗവൺമെന്റ് അല്ലെ. അത് ഗവൺമെന്റ് ഹാവ് ദ പവർ. ഗവൺമെന്റിനാണ് റൂള് ഫ്രെയിം ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ പവർ ഉള്ളത് അല്ലെ. ഈ അധികാരം നൽകുന്നത്
ഏത് മുഖേനയാണ്, ആരാണ് നൽകുന്നത് നോക്കിയാൽ ദ ഗവൺമെന്റ് ഹാവ് ദ പവർ ടു മേക്ക് ഓർ ഫ്രെയിം ദ റൂൾസ് അണ്ടർ സെക്ഷൻ 109 ഓഫ് KCS ആക്ട്. നമുക്ക് 110 സെക്ഷൻ പഠിക്കാനില്ലേ, അതിലെ 109ാമത്തെ സെക്ഷനാണ് പറയുന്നത് ഗവൺമെന്റിന്റെ റൂൾ മേക്കിംഗ് പവർ കേട്ടോ, പവർ ടു മേക്ക് റൂൾസ് ബൈ ഗവൺമെന്റ്. അപ്പൊ ആ സെക്ഷൻ 109ാമത്തെ സെക്ഷൻ ആണ് ഗവൺമെന്റിന് എന്തിനുള്ള അധികാരം നൽകുന്നത്, റൂള് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ റൂള് ഫ്രെയിം ചെയ്യാൻ, ക്ലിയർ ആണ്, റൂള് മേക്ക് ചെയ്യാൻ, ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ഗവൺമെന്റിന് നൽകുന്നത് സെക്ഷൻ 109 നമ്മുടെ KCS ആക്ടിലെ വകുപ്പ് 109 പ്രകാരമാണ്. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്, ഗവൺമെന്റ് റൂൾസ് ഫ്രെയിം ചെയ്യുന്നത്. റൂള് ഫ്രെയിം ചെയ്യുന്ന ഗവൺമെന്റ്. അപ്പൊ റൂള് ചുമ്മാ അങ്ങോട്ട് ചാടിക്കേറി റൂള് ഫ്രെയിം ചെയ്യാൻ പറ്റില്ല. അതിന് അധികാരം നൽകുന്ന ആരാണ്, ഏതാണ്, സെക്ഷൻ 109 ആണ്. സെക്ഷൻ 109 ആണ് ഗവൺമെന്റിന് ഇവിടെ അധികാരം നൽകുകയാണ്. നിങ്ങൾ റൂള് ഫ്രെയിം ചെയ്തോളൂ. ക്ലിയർ ആയില്ലേ, ക്ലിയർ ആയില്ലേ, മനസ്സിലായല്ലേ. അടുത്തതാണ്. അപ്പൊ ഇതാണ്. ഇനി രണ്ട് കാര്യങ്ങൾ നോക്കി ഇൻട്രഡക്ഷൻ പാർട്ട് നമുക്കങ്ങ് കഴിയും കേട്ടോ, ഇൻട്രഡക്ഷൻ പാർട്ട് അങ്ങ് കഴിയും. അടുത്തത് നമ്പർ ഓഫ് ഷെഡ്യൂൾസ് അറ്റാച്ച്ഡ് ടു KCS ആക്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഷെഡ്യൂളുകളും പഠിക്കാനുണ്ട്, അപ്പൻഡിക്സും പഠിക്കാനുണ്ട്. ഷെഡ്യൂള് പഠിക്കാനുണ്ട്, അതുപോലെ അപ്പൻഡിക്സുകളെ കുറിച്ചും പഠിക്കാനുണ്ട്. ഷെഡ്യൂളും അപ്പൻഡിക്സും എന്താണ്, ഷെഡ്യൂളും ഉണ്ട് അപ്പൻഡിക്സും ഉണ്ട്. സിമ്പിൾ. ഇത് മൂന്നും എന്താണ്, സോറി ഇത് രണ്ടും, ഇത് മൂന്നുമല്ല, ഷെഡ്യൂളും അപ്പൻഡിക്സും നമുക്ക് 3 എണ്ണം എന്ന് പഠിക്കാനുണ്ട്. 3 ഷെഡ്യൂളും ഉണ്ട്, 3 അപ്പൻഡിക്സും ഉണ്ട്. ക്ലിയർ ആവുന്നുണ്ട് ഇവിടെ? 3 ഷെഡ്യൂൾസും ഉണ്ട്, 3 അപ്പൻഡിക്സും ഉണ്ട്. ഇപ്പൊ ഈ ഷെഡ്യൂള് സെക്ഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ്, ഓക്കെ, ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കേൾക്കുന്നുണ്ടോ? ആക്റ്റുമായി അല്ല സെക്ഷനുമായി ബന്ധപ്പെട്ട് നോക്കിയേ. ദ നമ്പർ ഓഫ് ഷെഡ്യൂൾസ് അറ്റാച്ച്ഡ് ടു KCS ആക്ട്. ആക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഷെഡ്യൂൾസ് കേട്ടോ, ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഷെഡ്യൂള്. റൂളുമായി ബന്ധപ്പെട്ടുള്ളതാണ് അപ്പൻഡിക്സ്. അപ്പൊ ഷെഡ്യൂൾ എന്ന് പറയാൻ സെക്ഷൻ അല്ലേ, ആക്ട് എന്ന് പറയാൻ സെക്ഷൻ. അപ്പൊ നിങ്ങൾ SS എന്ന് പഠിച്ചാൽ പോരെ അല്ലേ, ഷെഡ്യൂള് സെക്ഷൻ അല്ലെങ്കിൽ ആക്റ്റുമായി ബന്ധപ്പെട്ടത്, ഷെഡ്യൂള് സെക്ഷനുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ആക്റ്റുമായി ബന്ധപ്പെട്ടത്, മീൻസ് SS എന്ന് പഠിച്ചാൽ പോരെ. ഷെഡ്യൂള് സെക്ഷൻ ആക്ട് അല്ലേ, ആക്ടിലല്ലേ സെക്ഷൻ വരിക. അപ്പൊ SS എന്ന് പഠിച്ചുകൂടെ? 3 ഷെഡ്യൂളുകളെ കുറിച്ച് പറയാറുണ്ട് അല്ലെ, 3 ഷെഡ്യൂളുകളെ കുറിച്ച് പറയാറുണ്ട്. ഷെഡ്യൂൾ 1 പറഞ്ഞ എന്താ പറയുക, ഷെഡ്യൂൾ 1 സെക്ഷൻ 83 പറയുന്നത് ലിസ്റ്റ് ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി ടു വിച്ച് അപ്പോയിന്റ്മെന്റ്സ് ആർ ഡൺ ബൈ PSC. അതായത് PSC വഴി അപ്പോയിന്റ്മെന്റ് നടത്തുന്ന, കേട്ടിരിക്കണേ, PSC വഴി അപ്പോയിന്റ്മെന്റ് നടത്തുന്ന അപ്പെക്സ് ആൻഡ് സെൻട്രൽ സംഘങ്ങൾ ഏതൊക്കെയാണ്? ക്ലിയർ ആയോ? PSC വഴി അപ്പോയിന്റ്മെന്റ് നടത്തുന്ന അപ്പെക്സ് ആൻഡ് സെൻട്രൽ സംഘങ്ങൾ ഏതൊക്കെയാണെന്ന്, ആ സംഘങ്ങളുടെ ലിസ്റ്റാണ് ഈ ഷെഡ്യൂൾ 1 പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ ഏകദേശം മനസ്സിലായോ? അതായത് PSC നമുക്കറിയാം, ഇപ്പൊ കേരള ഫെഡ്, നമ്മുടെ KS കാർഡ് ബാങ്ക്, കേരള ബാങ്ക് അല്ലെ, മാർക്കറ്റ് ഫെഡ് തുടങ്ങിയ ആ ഒരു സംഘങ്ങളിലേക്ക് അപ്പോയിന്റ്മെന്റ് നടത്തുന്ന ആരാണ്? PSC അല്ലേ. PSC വഴിയല്ലേ കേരള PSC എഴുതണം, അവിടെ ബോർഡ് എക്സാം അല്ല. അപ്പൊ ഈ PSC വഴി അങ്ങനെ അപ്പോയിന്റ്മെന്റ് നടത്തുന്ന സംഘങ്ങൾ ഏതൊക്കെയാണ്, അതിന്റെ ആ ഒരു ലിസ്റ്റാണ് ഷെഡ്യൂൾ 1 മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ കുട്ടികളോട് ഇപ്പം PSC എന്ന് അവർ പറയും, പക്ഷെ അവർക്ക് കാര്യങ്ങൾ ചില കുട്ടികൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ലേ. PSC വഴി അപ്പോയിന്റ്മെന്റ് നടത്തുന്ന അപ്പെക്സ് ആൻഡ് സെൻട്രൽ സംഘങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ആ ലിസ്റ്റാണ് ഷെഡ്യൂൾ 1 പറയുന്നത്. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി. അടുത്ത ഷെഡ്യൂൾ 2 പറഞ്ഞതാണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. ഷെഡ്യൂൾ 2 പറഞ്ഞ ഏതാണ്? കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ സഹകരണ തത്വങ്ങൾ. ഇത് പഠിച്ചോണേ, ഇതിപ്പോ തന്നെ എന്റെ കൂടെ പഠിച്ചോണം. ഷെഡ്യൂൾ 1 പറയുന്ന ലിസ്റ്റ് ഓഫ് അപ്പെക്സ് ആൻഡ് സെൻട്രൽ സൊസൈറ്റി ടു വിച്ച് അപ്പോയിന്റ്മെന്റ്സ് ആർ ഡൺ ബൈ PSC അല്ലെങ്കിൽ ഡൺ ത്രൂ PSC വഴി അപ്പോയിന്റ്മെന്റ് നടത്തുന്ന അപ്പെക്സ് ആൻഡ് സെൻട്രൽ സംഘങ്ങളുടെ ലിസ്റ്റ് ഏതൊക്കെ സംഘങ്ങളിലേക്കാണ് അതുവഴി അപ്പോയിന്റ്മെന്റ് നടത്തുന്നതാണ് ഷെഡ്യൂൾ 1 പറയുക. ഷെഡ്യൂൾ 2 പറഞ്ഞ സെക്ഷൻ 2ECCC, സെക്ഷൻ 2ECCC ദാറ്റ് മീൻസ് സഹകരണ തത്വങ്ങൾ, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് ഷെഡ്യൂൾ 2 പറയുന്നത്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് ഷെഡ്യൂൾ 2 പറയുന്നത്. കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് ഷെഡ്യൂൾ 2 പറയുക. ഇനി ഷെഡ്യൂൾ 3 പറഞ്ഞ എന്താണ്? 69(4 പഠിക്കാനുണ്ട്, വളരെ പ്രധാനപ്പെട്ട സെക്ഷനാണ്. ഡിസ്പ്യൂട്ട്, തർക്കങ്ങളെ കുറിച്ചാണ്. അവിടുത്തെ ചില ടൈം ലിമിറ്റ് എന്ന് പറയും. ഓക്കെ, അവിടുത്തെ ചില ടൈം ലിമിറ്റുകളെ കുറിച്ചാണ് ഈ ഷെഡ്യൂൾ 3 പറയുക കേട്ടോ. ഷെഡ്യൂൾ 3 പറയുന്നത് ഓക്കെ, ആ ഒരു ടൈം ലിമിറ്റുകളാണ്, എത്ര നാളുകൾക്കായിട്ട് കേസ് ഫയൽ ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഇവിടെ 3 കാര്യങ്ങൾ പഠിച്ചു അല്ലേ. ഷെഡ്യൂൾ 1 PSC വഴി അപ്പോയിന്റ്മെന്റ് നടത്തുന്ന അപ്പെക്സ് ആൻഡ് സെൻട്രൽ സംഘങ്ങളുടെ ലിസ്റ്റ്.
ഷെഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ഷെഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ ടൈം ലിമിറ്റ്. ഇപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കോഡ് പറഞ്ഞു, SS ഷെഡ്യൂൾ സെക്ഷൻ, അല്ലെങ്കിൽ ഷെഡ്യൂൾ എന്ന് പറയുന്ന ആക്റ്റുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ വീണ്ടും ഒരു കോഡ് കൂടെ അങ്ങ് പറയുകയാണ്. എനിക്ക് ഇവിടെ ഇതുണ്ടോ, SPSC എങ്ങനെയുണ്ട്, SP പിന്നെ SC ST S4ES എല്ലാം എന്താണ് ഷെഡ്യൂളാണ്. ഷെഡ്യൂൾ 1 SPSC ST, SP4 PSC. PSC എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലാക്കണം. PSC എന്ന് പറഞ്ഞാൽ എന്താണ്, PSC വഴി അപ്പോയിൻമെന്റ് നടത്തുന്ന അപ്പെക്സ് ആൻഡ് സെൻട്രൽ സംഘങ്ങളുടെ ലിസ്റ്റാണ് ഷെഡ്യൂൾ 1 കൊടുത്തിരിക്കുന്നത്. അതാണ് ഷെഡ്യൂൾ 1 SP4 PSC. SC അല്ലേ, SPSC SC ഫോർ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പം SPSC SC കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ ഇതുണ്ട്, ഈ C ആണ് കേട്ടോ. ഈ P എന്ന് പറഞ്ഞാൽ ഈ എന്താണ് PSC ആണ്. അടുത്ത ഈ C എന്ന് പറയുന്നത് എന്താണ്, കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. ഇനി ST പറയുന്നുണ്ട്, T ഫോർ ടൈം ലിമിറ്റ്. SPSC ST പഠിച്ചില്ലേ, SPSC ST പഠിച്ചില്ലേ. SP4 PSC വഴി അപ്പോയിൻമെന്റ് നടത്തുന്ന അപ്പെക്സ് ആൻഡ് സെൻട്രൽ സംഘങ്ങളുടെ ലിസ്റ്റ്. SC ഫോർ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, ST ഫോർ ടൈം ലിമിറ്റ് ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആയിരിക്കണം കേട്ടോ, ക്ലിയർ അല്ലാതിരിക്കരുത്, ക്ലിയർ ആയിരിക്കണം. അടുത്താണ് നമ്പർ ഓഫ് അപ്പൻഡിക്സുകൾ. ഷെഡ്യൂള് സെക്ഷനുമായിട്ടാണ് ബന്ധപ്പെട്ടുള്ളതെങ്കിൽ അപ്പൻഡിക്സ് ഞാൻ പറയുന്നത് റൂൾ അല്ലേ, ആ ചട്ടവുമായി ബന്ധപ്പെട്ടതാണ് അപ്പൻഡിക്സ്. അപ്പൻഡിക്സും നമുക്ക് 3 പഠിക്കാനുണ്ട്, ഷെഡ്യൂളും 3 പഠിക്കാനുണ്ട്, അപ്പൻഡിക്സ് 3 പഠിക്കാനുണ്ട്. അപ്പോൾ അപ്പൻഡിക്സ് 1 പറഞ്ഞ എന്താണ്, ആ രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ SCU ആൻഡ് CCU. ആ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും മെയിൻറ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്ററുകളെ കുറിച്ചാണ്. രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റെയിൻഡ് ബൈ SCU ആൻഡ് CCU. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനും സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനും മെയിൻറ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്റേഴ്സ് എത്ര രജിസ്റ്ററുകളുണ്ട്, അതാണ് ഏതൊക്കെ രജിസ്റ്ററുകളാണ്, ആ രജിസ്റ്ററാണ് അപ്പൻഡിക്സ് 1 പറയുക. ക്ലിയർ അല്ലേ? പിന്നെ അപ്പൻഡിക്സ് 2 ഉണ്ട്, ഫോമുകളാണ്. നമ്മൾ കുറേ ഫോമുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. 39ഓളം ഫോംസിനെ കുറിച്ച് പഠിക്കാനുണ്ട്, 39ഓളം ഫോമുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. ആ ഫോംസിനെയാണ് അപ്പൻഡിക്സ് 2 പറയുന്നത്. ഫോംസ് ആണ് അപ്പൻഡിക്സ് 2 പറയുന്നത്. ഇനി അപ്പൻഡിക്സ് 3 പറഞ്ഞ എന്താണ്, ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ, അല്ലെങ്കിൽ സ്റ്റാഫ് പാറ്റേൺ ഓഫ് വേരിയസ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അവിടെ ക്ലാസിഫിക്കേഷൻ ആണ്, സംഘങ്ങളെ ക്ലാസിഫൈ ചെയ്യുകയാണ്, ക്ലാസിഫിക്കേഷനാണ്. ഇവിടെ ഈ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ കേരളത്തിലെ സംഘങ്ങളെ 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുക. ഒന്നാമത്തെ ആരാണ്, RCS ആണ്, നമ്മുടെ സ്വന്തം രജിസ്ട്രാർ കേട്ടോ. രജിസ്ട്രാറിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. രജിസ്ട്രാറാണ് അവിടെ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ആരാണ്, രജിസ്ട്രാറാണ് അവിടെ ആദ്യം ക്ലാസിഫിക്കേഷൻ നടത്തുന്നത്. ഓർത്താൽ മതി. എന്ത് പ്രകാരം, റൂള് 15 പ്രകാരം. നമുക്ക് റൂളുകൾ പഠിക്കാനില്ലേ, അതിൽ റൂള് 15 പ്രകാരം കേരളത്തിലെ സംഘങ്ങളെ രജിസ്ട്രാർ 13 തരംതിരിക്കുന്നു. ഒന്ന് ഓർത്ത് വെക്കുക. റൂള് 15 പ്രകാരം കേരളത്തിലെ സംഘങ്ങളെ 13 തരംതിരിക്കുന്നു രജിസ്ട്രാർ. അദ്ദേഹം തരംതിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, പ്രിൻസിപ്പിൾ ഒബ്ജക്റ്റ് ഇൻ ദ ബൈലോ, നമ്മുടെ എന്താണ് പറയുക, ഉപനിബന്ധന എന്നൊക്കെ പറയും. ബൈലോയെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്, അപ്പോൾ പഠിപ്പിച്ചു തരാം. ഇപ്പൊ പ്രിൻസിപ്പിൾ ഒബ്ജക്റ്റ് ഇൻ ദ ബൈലോയുടെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ കേരളത്തിലെ സഹകരണ സംഘങ്ങളെ റൂള് 15 പ്രകാരം 13 ടൈപ്പായിട്ട് തരംതിരിക്കുന്നു. ഇപ്പൊ RCS നമ്മുടെ ക്ലാസിഫൈ ചെയ്യുന്ന റൂള് 15 വളരെ വിശദമായിട്ട് ഞാൻ പഠിപ്പിക്കും. ഓക്കെ. രണ്ടാമത് അവിടെ തരംതിരിക്കുന്ന ആരാണ്, ഓഡിറ്റർ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അല്ലെ. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ABCD എന്നും പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെയാണ് ഗവൺമെന്റ് ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെ. ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷന്റെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റും. അങ്ങനെ 3 രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾ ഓർത്തേക്കണം കേട്ടോ, ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഏകദേശം നമ്മൾ ഇന്ന് പഠിപ്പിച്ച ആ ഒരു കാര്യങ്ങൾ. ഇപ്പൊ ഇവിടെ ഒരു കോഡൊക്കെ ഉപയോഗിക്കുക, RFC എന്ന് ഓർത്താൽ മതി. അപ്പൻഡിക്സ് RFC, R രജിസ്റ്റേഴ്സ്, F ഫോം, C ക്ലാസിഫിക്കേഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏകദേശം ഒന്ന് മനസ്സിലായോ? മനസ്സിലായി നിങ്ങൾ കമന്റ് ചെയ്യുക. മനസ്സിലായില്ലെങ്കിൽ സാറേ മനസ്സിലായില്ല, ക്ലാസ്സിന്റെ രീതി മാറ്റണം എന്ന് കമന്റ് ചെയ്യുക. മനസ്സിലായെങ്കിൽ ഇതുപോലെ തന്നെ ക്ലാസ് എടുത്താൽ മതി എന്ന് കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ് പ്രകാരമാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ക്ലാസ്സസ് എടുത്തു തരുന്നത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ക്ലാസ്സസ് എടുത്തു തരുന്നത് നിങ്ങളുടെ കമന്റിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ചെറിയൊരു ഇൻട്രഡക്ഷൻ ക്ലാസ് ആണ്. നമ്മുടെ ക്ലാസ് അത്യാവശ്യം ലോങ് ആയിരിക്കും, ഞാൻ വീണ്ടും പറയുകയാണ് കേട്ടോ.
10 മിനിറ്റോ 15 മിനിറ്റോ ഒന്നുമല്ല. നമ്മുടെ ഒരു ക്ലാസ് ഏറ്റവും മിനിമം ഒരു 40 മിനിറ്റേലും ക്ലാസ് ബേസ് ചെയ്തേ ഞാൻ ക്ലാസ് എടുക്കുകയുള്ളൂ. ആക്ടർ റൂളുകളൊക്കെ തീർക്കണം അല്ലേ, അത്യാവശ്യം ലോങ് ക്ലാസ്സുകളായിരിക്കും. പിന്നെ ഞാൻ വീണ്ടും ഒരു ഉറപ്പ് നിങ്ങൾക്ക് തരികയാണ്, ഞാൻ എല്ലാ ദിവസവും ഇവിടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കേൾക്കുന്നുണ്ടോ? എല്ലാ ദിവസവും ഞാൻ ഇവിടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾ അത് പ്രോപ്പറായിട്ട് എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പറയല്ലോ, നമ്മൾ അത്രത്തോളം സമഗ്രമായിട്ട് തന്നെയായിരിക്കും ക്ലാസ്സസ് എടുക്കുക. അപ്പോൾ ക്ലാസ്സസ് കണ്ട് യൂട്ടിലൈസ് ചെയ്യുക, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. നമ്മൾ വളരെ വിശദമായിട്ട് ക്ലാസ്സസ് എടുക്കുകയുള്ളൂ. ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, എല്ലാ ദിവസവും ക്ലാസ് എടുക്കും. നിങ്ങളെ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളിവിടെ എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ കർത്തവ്യം എന്ന് പറയുന്നത് എന്താണ്? നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരാഴ്ച പോട്ടെ, 2 ആഴ്ച ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് ഒരു ടൈം ടേബിൾ പ്രകാരം തന്നെ നമ്മളിവിടെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിലൊരു സംശയം വേണ്ട, ഫ്രീ ആയിട്ട് തന്നെ ക്ലാസ്സസ് നൽകുന്നതായിരിക്കും. ലൈവ് ക്ലാസ്സുകളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെന്നും ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്തേക്ക്. എന്നും വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് രാവിലെ എല്ലാ ദിവസവും രാവിലെ ആയിരിക്കും നമ്മൾ നിങ്ങൾക്കുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തരുന്നത്. ഇത്രത്തോളം നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. ഇംഗ്ലീഷ്, GK, മാത്സ് സഹിതം ഒരു ടീം തന്നെ നമുക്കുണ്ട്. എല്ലാത്തിൻ്റെയും വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ കണ്ടു പഠിക്കുക, പിന്നെ വളരെ വിശദമായിട്ട് എടുത്തു തരാം. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ കഴിഞ്ഞു. വളരെ ചെറിയ വീഡിയോ എന്ന് ഞാൻ പറയുള്ളൂ, 20-25 മിനിറ്റേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോസ് കണ്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. ഇതിൻ്റെ നോട്ട്സുകൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മൾ നിങ്ങൾക്ക് നൽകുന്നതുമായിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.